ഹായ് ഗായ്സ്, മല്ലു മേപ്പിൾ ടൈൽസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ ചെയ്യുന്നത് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇന്ന് ട്രാവലും കുക്കിങ്ങും ഒന്നും നമ്മൾ ചെയ്യുന്നില്ല. പക്ഷേ നമ്മൾ കഴിഞ്ഞ കുറച്ച് റീസെൻറ്റ് ഇയേഴ്സ് ആയിട്ട് ഇറങ്ങിയിട്ടുള്ള സാംസങ്ങിൻ്റെ ഫ്ലാഗ്ഷിപ്പ് ഫോണുകളായിട്ടുള്ള S25 അൾട്ര, S24 അൾട്ര, S23 അൾട്ര, S22 അൾട്ര ഈ 4 ഫോണുകളും തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യുന്നത്. എന്നിട്ട് ഈ കമ്പാരിസണും കാര്യങ്ങളൊക്കെ എല്ലാം വെച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാം, ഇപ്പോൾ പ്രീവിയസ് ആയിട്ടുള്ള ജനറേഷൻ യൂസ് ചെയ്യുന്ന ഫോണുകൾ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് നിങ്ങളെങ്കിൽ S25 പോകണോ അതോ നിങ്ങളുടെ പ്രീവിയസ് ജനറേഷൻ ഫോൺ തന്നെ കീപ്പ് ചെയ്യണോ? അത് മാത്രമല്ല, ഈ ഫ്ലാഗ്ഷിപ്പ് ഫോണുകളിൽ വരുന്ന ഫീച്ചേഴ്സും എന്തൊക്കെയാണെന്ന് നമുക്ക് ഇന്ന് ഈ വീഡിയോയിൽ നോക്കാം. ഓക്കെ, ആദ്യമായി നമ്മൾ പറയാൻ പോകുന്നത് ഇത് 4 ഫോണിൻ്റെയും ഡിസൈനെ പറ്റിയിട്ടാണ്. അപ്പം നമ്മൾ നേരത്തെ സാംസങ്ങിൻ്റെ പഴയ നോട്ട് ഉണ്ടായിരുന്നു, നോട്ട് 10 സാംസങ്ങിൻ്റെ ഉണ്ടായിരുന്നു. അപ്പം അത് കഴിഞ്ഞിട്ട് അവർ S22 വന്നപ്പോഴത്തേക്ക് അതിൻ്റെ ആ ഒരു സ്ക്വയർഡ് ഓഫ് എഡ്ജസ് അവർ അപ്പോഴും കീപ്പ് ചെയ്തു. പക്ഷേ ആ ഒരു ഡിസൈനകത്ത് അവർ വരുത്തിയ മാറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആണെങ്കിൽ ആ ഒരു ക്യാമറ ബമ്പൊക്കെ അവർ അതിനകത്ത് ഡിച്ച് ചെയ്തു. ഈ ക്യാമറ ബമ്പിനകത്ത് അവർ ചെറിയൊരു മാറ്റങ്ങളൊക്കെ വരുത്തി. പിന്നെ അത് S23 വന്നപ്പോഴും S24 വന്നപ്പോഴും അവർ നന്നായിട്ട് ഫൈൻ ട്യൂൺ ചെയ്തിട്ടുണ്ട് കേട്ടോ. പക്ഷേ S25 വന്നപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരു വേറൊരു മാർവൽ ഡിസൈനിലേക്ക് പോയേക്കാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്കിതുപോലത്തെ ഈ സ്ക്വയർഡ് എഡ്ജസ് ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ പഴയ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഫോണിൻ്റെ ഒക്കെ പോലത്തെ സ്ക്വയർഡ് ഓഫ് എഡ്ജസ് അതിൻ്റെ ഒരു ഭയങ്കര സ്ലീക്കർ വേർഷനായിട്ട് നല്ല ചെറുതായിട്ടുള്ളൊരു ബെസൽ. അടുത്തതായിട്ട് ഞാൻ പറയാൻ പോകുന്നത് ഇതിൻ്റെ വെയ്റ്റിനെ പറ്റിയിട്ടും പിന്നെ ഇതിൻ്റെ തിക്നെസ്സിനെ പറ്റിയിട്ടുമാണ്. S22 വെയിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 228 ഗ്രാം. S23 വന്നപ്പോഴത്തേക്ക് ആ വെയിറ്റ് ഇത്തിരി കൂടി, അത് 234 പിന്നെ S24 വന്നപ്പോഴത്തേക്ക് 2 ഗ്രാം കുറഞ്ഞു, 232 ഗ്രാംസിലേക്കായി. പക്ഷേ S25 വന്നപ്പോഴത്തേക്ക് വളരെ വലിയൊരു ചേഞ്ചാണ് അവിടെ വന്നേക്കുന്നത്. വെയിറ്റ് നേരെ ഡ്രോപ്പ് ഡൗൺ ആയിട്ട് 218 ഗ്രാംസിലേക്ക് അത് മാറിയിരിക്കുകയാണ്. പിന്നെ തിക്നെസ് വെച്ച് നോക്കുന്നുണ്ടെങ്കിൽ S22 S23 8.9 മില്ലിമീറ്റേഴ്സ് തിക്കാണ്. പിന്നെ S24 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8.6 മില്ലിമീറ്റേഴ്സ് തിക്കാണ്. പക്ഷേ S25 എന്ന് പറയുമ്പോൾ മാർവലസ് ആയിട്ടുള്ള, ഇവിടെ നോക്കിയാൽ കാണാം, ഇത് 8.2 മില്ലിമീറ്റേഴ്സ് തിക്കാണ്. വളരെ തിന്നായിട്ടുള്ള വളരെ സ്ലീക്ക് ഡിസൈൻ ആയിട്ടുള്ള ഒരു ഫോണാണ് കേട്ടോ. S22 അൾട്രയിൽ വന്നിരിക്കുന്നത് ഗൊറില്ല ഗ്ലാസ് ആണ്. അതിൻ്റെ വിക്ടസ് പ്ലസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വേർഷനാണ് അതിനകത്ത് വന്നിരിക്കുന്നത്. S23 അൾട്ര വന്നപ്പോഴത്തേക്ക് അത് വിക്ടസ് 2 ആയി. S24 അൾട്ര വന്നപ്പോഴത്തേക്ക് അത് ഗൊറില്ല ആർമർ എന്ന് പറഞ്ഞൊരു ഗ്ലാസ് ആയി. പിന്നെ S25 വന്നപ്പോഴത്തേക്ക് ഗൊറില്ല ആർമർ 2 എന്ന് പറഞ്ഞൊരു ഗ്ലാസ് ആയി. ഇതിൻ്റെ മൂന്നിൻ്റെയും ഗ്ലാസ് ഇതിനകത്ത് അത് എക്സ്പ്ലിസിറ്റ്ലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഗ്ലാസ്സിലൊരു വ്യത്യാസം ഉണ്ടോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ എനിക്കില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ അതിൻ്റെ ആ സ്ട്രെങ്ത്തിനകത്തൊക്കെ വളരെ വ്യത്യാസം വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിൻ്റെ ബോഡി പറ്റി നോക്കുകയാണെങ്കിൽ S22 അൾട്രയും S23 അൾട്രയും അലൂമിനിയം ഫ്രെയിമിംഗ് ആണ്. S24 അൾട്ര ആണെങ്കിൽ അലൂമിനിയം ഫ്രെയിമിംഗ് അല്ല, പക്ഷേ അത് ടൈറ്റാനിയം ആണ്. പക്ഷേ അത് ഗ്രേഡ് 2 ടൈറ്റാനിയം ആണ്. S25 വന്നപ്പോഴത്തേക്ക് അത് ഗ്രേഡ് 5 ടൈറ്റാനിയം ആണ് അവരതിനകത്ത് ചെയ്തേക്കുന്നത്. അത് വളരെ സ്ട്രോങ് ആണ് അതിൻ്റെ ബോഡി എന്നാണ് സാംസങ് ക്ലെയിം ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഇപ്പം പറയാൻ പോകുന്നത് ഇതിൻ്റെ ഡിസ്പ്ലേ പറ്റിയിട്ടാണ്. നമുക്കറിയാം സാംസങ്ങിൻ്റെ ഡിസ്പ്ലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സൂപ്പർ ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ്. ഇവിടെ എല്ലാത്തിനും S22 മുതൽ S24 വരെ വരുന്നതിന് 6.8 ഇഞ്ച് ഡിസ്പ്ലേ ആണ് വരുന്നത്. പക്ഷേ S25 വന്നപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഫോണിൻ്റെ സൈസിന് വലിയ മാറ്റമൊന്നും വന്നില്ലെങ്കിലും തിന്നറായി, അത് വേറെ കാര്യം. ഷോർട്ടർ ബെസലാക്കിക്കൊണ്ട് 6.9 ഇഞ്ച് ഡിസ്പ്ലേയിലേക്ക് അത് എത്താൻ പറ്റി. പിന്നെ ഇതിനകത്ത് വേറൊരു കാര്യം നമ്മൾ നോക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം അപ് ടു 120 ഹെർട്സ് ഓഫ് റിഫ്രഷ് റേറ്റ് കൊടുക്കുന്നുണ്ട്. പക്ഷേ S22 അൾട്ര വരുന്നുണ്ടെങ്കിൽ 1750 നിറ്റ്സ് ഓഫ് ഡിസ്പ്ലേ ആയിരുന്നു. പിന്നെ S23 വന്നപ്പോഴും 1750 തന്നെയാണ് അവർ പറയുന്നത്. പക്ഷേ അതിൻ്റെ നല്ല രീതിയിൽ അതിൻ്റെ കളറിനൊക്കെ കറക്ഷൻസ് അവർ വരുത്തിയിട്ടുണ്ട്. പിന്നെ S24 എത്തിയപ്പോഴത്തേക്ക് അത് 2600 നിറ്റ്സ് ഓഫ് ഡിസ്പ്ലേയിലേക്ക് എത്തിക്കാൻ പറ്റി. അത് ഭയങ്കര ഒരു വലിയ ജമ്പായിരുന്നു. പക്ഷേ S25 വന്നപ്പോഴത്തേക്ക് അവർ ക്ലെയിം ചെയ്യുന്നത് 3000 നിറ്റ്സ് ഓഫ് ഡിസ്പ്ലേയിലേക്ക് എത്തുന്നുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പം ഇത്രയും ബ്രൈറ്ററായിട്ട് S25 അൾട്രയ്ക്ക് സ്ക്രീൻ പെർഫോമൻസ് തരാൻ പറ്റുമെന്നെങ്കിലും അതിൻ്റെ ബാറ്ററി കൺസംഷൻ വളരെ കുറവാണ് കേട്ടോ. കാരണം അവർ യൂസ് ചെയ്യുന്നത് LTPO എന്ന് പറയുന്നൊരു ടെക്കാണ് അവർ യൂസ് ചെയ്യുന്നത്. അത് യൂസ് ചെയ്യുമ്പോൾ ബാറ്ററി കൺസംഷൻ വളരെ കുറവാണ്.
അപ്പം ഡിസ്പ്ലേ എല്ലാം നോക്കുവാണെങ്കിൽ S25 ആണ് ഡിസ്പ്ലേയിൽ ഏറ്റവും ബെറ്റർ. പക്ഷേ S22 ഡിസ്പ്ലേയും എൻ്റെ ഒരു അഭിപ്രായത്തിൽ മോശമില്ല, വളരെ നല്ല ഡിസ്പ്ലേ തന്നെയാണ്. S25 അൾട്രയുടെ സ്പെഷ്യൽ ഫീച്ചറായിട്ട് നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ S25 അൾട്രയിൽ ഔട്ട്ഡോർ ബ്രൈറ്റ്നസ്സിന് ആൻറ്റി ഗ്ലെയർ ആയിട്ടുള്ളൊരു ഡിസ്പ്ലേ ആണ് അവർ ചെയ്തേക്കുന്നത്. അതാകുമ്പം ഈ ഔട്ട്ഡോർ ബ്രൈറ്റ്നസ്സിൽ ഔട്ട്ഡോറിലുള്ള ആ ഒരു വെയിലത്തൊക്കെ നമുക്ക് ഇതിൻ്റെ ഡിസ്പ്ലേ കാണാൻ ഭയങ്കര എളുപ്പമാണ്. ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്ന ഫോണാണ് S25 അൾട്ര. അതുകൊണ്ട് ഞാൻ പറയുവാണ്, പുറത്തൊക്കെ നമ്മൾ വെയിലത്തൊക്കെ ഇറങ്ങുമ്പോൾ നമുക്ക് ഈ ഡിസ്പ്ലേ കാണുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. പിന്നെ അതിൻ്റെ ഏറ്റവും എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ S25 അൾട്രയുടെ ഡിസ്പ്ലേക്കകത്ത് അവരുടെ ആനിമേഷനൊക്കെ വളരെ സ്മൂത്ത് ആക്കിയിട്ടുണ്ട് അവർ. നമ്മളിപ്പോൾ ജസ്റ്റ് ഞാനിപ്പോൾ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ കാണാം, വളരെ ആ ട്രാൻസിഷനൊക്കെ ഭയങ്കര സ്മൂത്താണ്. പിന്നെ ഇതിനകത്ത് ഡീപ്പർ ബ്ലാക്സ് ആണ്. ഇപ്പോൾ ഈ ഡിസ്പ്ലേക്കകത്തൊക്കെ നമ്മൾ നോക്കുമ്പോൾ ആ ഒരു കളർ കോൺട്രാസ്റ്റിൻ്റെ ആ ഒരു ഡിഫറൻസിൽ ഡീപ്പർ ബ്ലാക്സ് നമുക്ക് കാണാം. പിന്നെ ആ ഇൻസൈൻ ബ്രൈറ്റ്നസ് ആണ് എനിക്ക് പറയാനുള്ളത്, ഭയങ്കര സൂപ്പർ ആയിട്ടുള്ളൊരു ഫീച്ചർ. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്കിനി പ്രൊസസ്സറിനെ പറ്റി നമുക്ക് സംസാരിക്കാം. S23-നകത്തും S24-നകത്തും ഈ 4 വേർഷൻ ഓഫ് ദ ഫ്ലാഗ്ഷിപ്പ് ഫോണിനകത്തും ഉള്ളത് 8 കോർ പ്രൊസസ്സേഴ്സ് ആണ്. അതിൽ S22 അൾട്രയ്ക്കകത്തുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ 4 കോറ് ഓപ്പറേറ്റ് ചെയ്യുന്നത് 1.8 GHz ക്ലോക്ക് സ്പീഡിലാണ്. പിന്നെ അതിനകത്ത് 3 കോർ ഓപ്പറേറ്റ് ചെയ്യുന്നത് 2.5 GHz-ലും പിന്നെ ഒരു കോറ് മാത്രം 3 GHz-നകത്ത് S22 അൾട്രയ്ക്കകത്ത് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. S23-നകത്ത് S24-നകത്ത് അതുപോലെ ഉണ്ട്. പക്ഷേ S25 വരുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 6 കോറ് S25-നകത്തുള്ളത് ഓപ്പറേറ്റ് ചെയ്യുന്നത് 3.53 GHz ക്ലോക്ക് സ്പീഡിലാണ്. പിന്നെ ഇതിനകത്തുള്ള 2 കോറുകൾ, ബാക്കിയുള്ള 6 കോറിനകത്തെ ബാക്കി 2 കോറുകൾ 4.47 GHz ഇതിലാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഫോൺ യൂസ് ചെയ്യുമ്പോൾ മേ ബി ലാഗ് ആകുന്ന ആപ്ലിക്കേഷനൊക്കെ ഉണ്ടാവും. പക്ഷേ ലാഗ് ആകുന്ന ആപ്ലിക്കേഷൻ ഒരിക്കലും അത് ഫോണിൻ്റെ പ്രശ്നമല്ല, അത് ആപ്പിൻ്റെ പ്രശ്നമാണ്, അത് കോഡ് ചെയ്തത് ബിൽഡ് ചെയ്തേക്കുന്ന പ്രശ്നമാണ്. പക്ഷേ S25-നകത്ത് ഇത്രയും ക്ലോക്ക് സ്പീഡ് ഉള്ളപ്പം മൾട്ടി ടാസ്കിങ്ങും ഇതുപോലെ ഉള്ള കാര്യങ്ങളെല്ലാം വളരെ ഫാസ്റ്റായിട്ടാണ് S25 അൾട്രയ്ക്കകത്ത് നടക്കുന്നത്. S23-നകത്തും S24-നകത്തും 3.36 S23-കകത്തും 3.39 X24-നകത്തുമാണ് മാക്സിമം ക്ലോക്ക് സ്പീഡ്. അങ്ങനത്തെ ഓരോ കോറുകളാണ് ഇതിനകത്തുള്ളത്, ബാക്കിയുള്ള എല്ലാം താഴെയുള്ള ഇതാണ്. പക്ഷേ S25-നകത്ത് അവരൊന്നിപ്പോൾ ക്ലോക്ക് സ്പീഡ് ഭയങ്കരമായിട്ട് റേസ് ചെയ്തിരിക്കുകയാണ്. അതാണ് Gen 4-നകത്ത് അവർ മെയിൻലി ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്നത്, വിച്ച് ഈസ് ഫാബുലസ്. അപ്പോൾ നമ്മൾ അടുത്തതായിട്ട് പറയാൻ പോകുന്നതാണ് ക്യാമറ ഫീച്ചേഴ്സിനെ പറ്റിയാണ്. അപ്പം S22 അൾട്രയിൽ ആദ്യം നമുക്ക് പറയേണ്ടത് അതിൻ്റെ വൈഡ് ആംഗിൾ ക്യാമറയാണ് കേട്ടോ. അപ്പോൾ വൈഡ് ആംഗിൾ ക്യാമറ S22 അൾട്രയ്ക്കകത്ത് 108 മെഗാ പിക്സൽ മാത്രമേ ഉള്ളായിരുന്നുള്ളൂ. അത് S23 അൾട്രയ്ക്കകത്തോട്ട് വന്നപ്പോഴത്തേക്ക് അത് 200 മെഗാ പിക്സലായി. S24-നകത്തും S25-നകത്തും 200 മെഗാ പിക്സൽ തന്നെയായിരുന്നു. പക്ഷേ S23 മുതൽ അതിൻ്റെ F നമ്പർ 1.80 ഡ്രോപ്പായി 1.7 അതിൻ്റെ F നമ്പർ ഡ്രോപ്പ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നതാണ് വീഡിയോ റെക്കോർഡിംഗ് കപ്പാസിറ്റി. അപ്പം ഈ 4 ഫോണിനകത്ത് നമുക്ക് 8K റെസൊല്യൂഷനായിട്ടുള്ള വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പറ്റും. പക്ഷേ ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ S22-നകത്ത് അത് 8K റെക്കോർഡ് ചെയ്യുന്നത് 24 ഫ്രെയിംസ് പെർ സെക്കൻഡിലാണ്. പക്ഷേ S23-കകത്തും 4-നകത്തും 5-നകത്തും നമുക്ക് 8K 30 ഫ്രെയിംസ് പെർ സെക്കൻഡിൽ നമുക്ക് റെക്കോർഡ് ചെയ്യാം. 22 അൾട്രയ്ക്കകത്ത് 4K വീഡിയോ റെസൊല്യൂഷൻ നമ്മൾ റെക്കോർഡ് ചെയ്യുമ്പോൾ മാക്സിമം ഫ്രെയിം റേറ്റ് നമുക്ക് 60 ഫ്രെയിംസ് പെർ സെക്കൻഡേ കിട്ടത്തുള്ളൂ. അതുപോലെ തന്നെയാണ് S23 അൾട്രയ്ക്കകത്തും അതും 60 ഫ്രെയിംസ് പെർ സെക്കൻഡേ കിട്ടത്തുള്ളൂ. പക്ഷേ S24-നകത്ത് അത് നമുക്ക് 120 ഫ്രെയിംസ് പെർ സെക്കൻഡിൽ നമുക്ക് 4K റെസൊല്യൂഷനുള്ള വീഡിയോ റെക്കോർഡ് ചെയ്യാം. അതുപോലെ തന്നെയാണ് S25-നകത്തും വിത്ത് 120 ഫ്രെയിംസ് പെർ സെക്കൻഡ്. പക്ഷേ നിങ്ങളെല്ലാവരും വിചാരിക്കും ഇതിനകത്തും 120 ഫ്രെയിംസ് പെർ സെക്കൻഡേ ഉള്ളൂ. പക്ഷേ അങ്ങനല്ല. S25-ൻ്റെ വീഡിയോസ് എടുക്കുമ്പോഴെല്ലാം അതിനകത്ത് AI എൻഹാൻസ്മെൻ്റ് ഉണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഔട്ട് ഭയങ്കര നല്ലതായിരിക്കും S25-ൽ നിന്ന് വരുന്ന വീഡിയോ. പിന്നെ ഇതിനകത്തെ കണക്ടിവിറ്റിയെ പറ്റി പറയുകയാണെങ്കിൽ 4 ഫോണും 5G എനേബിൾഡ് ആണ്. പിന്നെ Wi-Fi 6E ആണ് S23-കകത്തും S22-നകത്തും ഉള്ളത്. അതുപോലെ തന്നെ Wi-Fi 7 ആണ് S24-നകത്തും S25-നകത്തും ഉള്ളത്. പിന്നെ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി 5.2 ആണ് S22-നകത്തും 5.2 ആണ് 5.3 ആണ് കേട്ടോ S23-കകത്ത്. പിന്നെ S24-നകത്തും 5.3 ആണ്. പക്ഷേ S25 വന്നപ്പോഴത്തേക്ക് 5.4 ബ്ലൂടൂത്ത് കണക്ടിവിറ്റി അവർ കൊടുത്തിട്ടുണ്ട്. സ്റ്റോറേജിനെ പറ്റിയിട്ടും അതിൻ്റെ റാമിനെ പറ്റിയിട്ടും പറയുകയാണെങ്കിൽ S22 അൾട്രയ്ക്കകത്ത് ഒരു 8GB വേർഷൻ അവർ പ്രൊഡ്യൂസ് ചെയ്തിരുന്നു, ഒരു 12GB വേർഷനും പ്രൊഡ്യൂസ് ചെയ്തിരുന്നു. അതുപോലെ തന്നെ S23-കകത്ത് ഒരു 8GB 12GB വേർഷൻ ഉണ്ടായിരുന്നു. S24-നകത്തും S25-നകത്തും 12GB വേർഷൻസ് മാത്രമേ റാമിനകത്ത് അവർ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളൂ.
പിന്നെ എനിക്ക് തോന്നുന്നു ഒരു 16 GB വേർഷനും ഉണ്ട്. പക്ഷേ അത് ഞങ്ങൾ നോർത്ത് അമേരിക്കൻ മാർക്കറ്റാണല്ലോ. ഇവിടെ മാക്സിമം ആയിട്ട് അവൈലബിൾ ഉള്ളത് 12 GB വേർഷൻ മാത്രമേ ഉള്ളൂ. പിന്നെ സ്റ്റോറേജ് വരുന്നത് എല്ലാത്തിനകത്തും 1 TB വരെ സ്റ്റോറേജ് വരുന്നുണ്ട്. സ്റ്റാർട്ടിങ് ഫ്രം 256 gigs. 256 ഗിഗ്സിൽ നിന്ന് 1 TB വരെ സ്റ്റോറേജ് എല്ലാത്തിനകത്തും വരുന്നുണ്ട്. പിന്നെ പറയാൻ പോകുന്നത് സ്റ്റൈലസ് പെൻ. എല്ലാത്തിനകത്തും നമുക്കറിയാം ഇവിടെ സ്റ്റൈലസ് പെൻ ഉണ്ട്. ഇങ്ങോട്ടിറങ്ങി വാ. ഓക്കെ, സ്റ്റൈലസ് പെൻ എല്ലാത്തിനകത്തും ഉണ്ട്. പിന്നെ ഇവിടെ നമുക്കൊരു ബട്ടൺ ഉണ്ട്. ആ ബട്ടൺ വെച്ചിട്ടാണ് നമ്മൾ, വിഷമം കൊണ്ട് ഞാൻ പറയുകയാണ്, സാംസങ്ങിൻ്റെ എല്ലാ പ്രീവിയസ് ജനറേഷൻസിനകത്തും അതിനകത്ത് എയർ ആക്ഷൻസ് ഉണ്ടായിരുന്നു. പിന്നെ ബ്ലൂടൂത്ത് എനേബിൾഡ് ആയിട്ടുള്ള എസ് പെൻ ആയിരുന്നു. പക്ഷേ S25 Ultra വന്നപ്പോഴത്തേക്ക് അവർ ആ ഫീച്ചർ എടുത്താൻ കളഞ്ഞു. ശരിയാ, ഞാൻ ആ ഫീച്ചർ ഇത്രയും നാളായിട്ട് അങ്ങനെ എൻ്റെ പ്രീവിയസ് ജനറേഷൻ ആയിട്ടുള്ള ഫോണിൽ ഞാൻ യൂസ് ചെയ്തിട്ടില്ല. പക്ഷേ ഇറ്റ്സ് ഓൾവേസ് സാഡ് വെൻ വി സി ഒരു ടെക്നോളജി അവരുടെ റീസെൻറ്റ് ഫ്ലാഗ്ഷിപ്പ് ഫോണിനകത്ത് അവരത് എടുത്ത് മാറ്റി എന്ന് പറയുമ്പം അതിനകത്ത് എനിക്കൊരു ചെറിയ വിഷമമുണ്ട്. അപ്പം S25 ബാറ്ററി ഫീച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് AI ഡ്രിവൺ പവർ എൻഹാൻസ്മെൻറ്റ് S25 Ultra'ക്കകത്ത് അവർ കൊടുത്തിട്ടുണ്ട്. അന്നേരം നമ്മളിപ്പോൾ ഫോൺ എന്ത് യൂസേജിന് വേണ്ടിയിട്ട് നമ്മൾ അത് ചെയ്യുവാണെങ്കിലും അതിനകത്ത് പവർ മാനേജ്മെൻറ്റ് AI ഡ്രിവൺ ആണ്. അതുകൊണ്ട് ഇതിനകത്തുള്ള പവർ കൺസംഷൻ വളരെ കുറവാണ് കേട്ടോ S25 Ultra. അപ്പം അത് ലാസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഒരു ടെസ്റ്റ് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ S24 വേഴ്സസ് അല്ലെ ഏത് പ്രീവിയസ് ജനറേഷനെ വെച്ച് നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പം S25 Ultra'യിലാണ് സിമിലർ ടാസ്ക് ലോവർ പവർ കൺസംഷനിൽ നമുക്ക് കിട്ടുന്നത്. അപ്പം നമ്മളിപ്പം ഇനി അടുത്ത് സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ ഈ 4 ഫോണിനകത്തെയും അതിൻ്റെ സോഫ്റ്റ്വെയറിനെ പറ്റിയിട്ടാണ്. സാംസങ് പറയുന്നത് അവർ 5 വർഷത്തേക്കൊക്കെ അവർ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് തരുമെന്നാണ് പറയുന്നത്. ഞാൻ S22 Ultra ഞാൻ 3 വർഷം ഞാൻ യൂസ് ചെയ്തു. പക്ഷേ എനിക്ക് റീസെൻ്റ്ലി വരെ എനിക്ക് അതിൻ്റെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് തരുന്നുണ്ടായിരുന്നു. അത് എനിക്ക് സാംസങ്ങിനെ വെച്ച് നോക്കുമ്പോൾ എനിക്കൊരു വലിയ കാര്യമായിട്ടാണ് തോന്നുന്നത്. കാരണം റീസെൻറ്റ് ടെക്നോളജീസ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ അവരവരുടെ പഴയ ഫോണിനകത്ത് സാംസങ് അത് ഇൻകോപ്പറേറ്റ് ചെയ്യാൻ അവരത് ശ്രദ്ധിക്കുന്നുണ്ട്. അതൊരു വലിയ കാര്യമാണ്. 2025 S22 Ultra ഒരു നല്ല ചോയ്സ് ആണോ എന്ന് എൻ്റെ അടുത്ത് നിങ്ങൾ ചോദിക്കുവാണെങ്കിൽ ഞാൻ പറയും നല്ലൊരു ചോയ്സ് തന്നെയാണ്. പക്ഷേ എഗെയിൻ ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിക്കുന്ന മറ്റൊരു ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്തിനാണ് ഫോൺ യൂസ് ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യം കൂടെ ഉണ്ട്. ഇപ്പം S22 നിങ്ങളിപ്പോൾ 2025 എടുക്കുകയാണെങ്കിൽ ഇപ്പോഴും S Pen യൂസ് ചെയ്യാം. S Penൻ്റെ ഫീച്ചേഴ്സ് എല്ലാം ഉണ്ട്. പവർഫുൾ ക്യാമറയാണ്. പിന്നെ ഇതൊരു വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ഫോണാണിപ്പോഴും. പിന്നെ നമുക്ക് ആ AI ഫീച്ചേഴ്സിന് അത്രയും ഒരു കെയർ നമ്മൾ കൊടുക്കുന്നില്ലെങ്കിൽ ഇതിനകത്ത് AI ഫീച്ചേഴ്സ് ഉണ്ട്. പക്ഷേ S25 കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അത്രയുള്ള AI ഫീച്ചേഴ്സ് ഒരിക്കലും S22 പിന്നെ നിങ്ങളൊരു വലിയൊരു മൊബൈൽ ഗെയിമറാണ്. അപ്പം അങ്ങനെയൊക്കെ ഉള്ളൊരാളാണ് നിങ്ങളെങ്കിൽ യു ക്യാൻ ഡെഫിനറ്റ്ലി ഗോ ഫോർ S25 Ultra. S22 Ultra വെച്ച് കമ്പയർ ചെയ്യും. പക്ഷേ 2025 ഈ ഫോൺ നല്ലതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ്, നല്ലതാണ്. ഞാൻ ഇപ്പോഴും ഈ ഫോൺ യൂസ് ചെയ്തതിനും എനിക്ക് സാംസങ്ങിൽ നിന്ന് നല്ലൊരു ഡീല് കിട്ടിയതുകൊണ്ടാണ് ഞാൻ S25 Ultra എടുത്തത്. അല്ലെങ്കിൽ ഐ വുഡ് സ്റ്റിൽ ഗോ വിത്ത് മൈ S22 Ultra. കാരണം എൻ്റെ ഒരു ഉപയോഗത്തിന് അത് കുഴപ്പമില്ലായിരുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾ S23 യൂസ് ചെയ്യുന്നൊരു കസ്റ്റമർ ആണെങ്കിൽ നിങ്ങൾക്ക് S23 S25 പോകണോ എന്ന് നോക്കുകയാണെങ്കിൽ യെസ്, യു ക്യാൻ ഓൾവേസ് ഗോ വിത്ത് ദാറ്റ് S25 ഓപ്ഷൻ. ബട്ട് അഗൈൻ ആ പ്രൈസിൻ്റെ ആ ഒരു കൺസ്ട്രെയിൻ ഇതിനകത്തേക്ക് വരുന്നുണ്ട്. ഓഫ് കോഴ്സ് ഇത് നല്ല എക്സ്പെൻസീവ് ആണ്. നിങ്ങൾക്ക് സാംസങ്ങിൻ്റെ ആണെങ്കിൽ റിട്ടേൺ പ്രോഗ്രാം ഉണ്ട്. സോ അത് ഐ തിങ്ക് അവരുടെ ആ ഒരു പ്രൊമോഷണൽ ഓഫർ അവരിപ്പോൾ കളഞ്ഞെന്ന് തോന്നുന്നു. കാരണം ഫെബ്രുവരി ഫസ്റ്റ് വീക്ക് വരെ എന്തോ ഉള്ളായിരുന്നു അവിടെ പ്രൊമോഷൻ ഓഫർ. ബട്ട് യു ക്യാൻ ഓൾവേസ് ഡബിൾ ചെക്ക് ഇൻ ദ വെബ്സൈറ്റ്. പക്ഷേ ഇതിൽ നിന്ന് നിങ്ങൾക്ക് പോകുമ്പം കൂടുതൽ AI ഫീച്ചേഴ്സ് കിട്ടുന്നുണ്ട്. പിന്നെ നിങ്ങൾ ഫോണിൽ വ്ളോഗ് ചെയ്യുന്ന ആൾക്കാരാണ്, അല്ലെങ്കിൽ ഫോണിൽ ഒരുപാട് പിക്ചേഴ്സ് നിങ്ങൾ എടുക്കുന്ന ആൾക്കാരാണ്, അങ്ങനെയൊക്കെ ഉള്ളവരാണെങ്കിൽ S25 പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബെറ്റർ AI എൻഹാൻസ്ഡ് ഇമേജസ് കിട്ടും. പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സോഫ്റ്റ്വെയർ അപ്ഗ്രേഡ് ആണ്. ഇഫ് യു വോണ്ട് ഗെറ്റ് ഒരു സോഫ്റ്റ്വെയർ അപ്ഗ്രേഡ് ഫോർ ദ നെക്സ്റ്റ് 7 years നിങ്ങൾക്ക് സോഫ്റ്റ്വെയർ അപ്ഗ്രേഡ് വേണമെന്നുണ്ടെങ്കിൽ യെസ്, യു ക്യാൻ ഓൾവേസ് ഗോ ഫോർ S25 Ultra. ബട്ട് അഗെയിൻ 2025 S23 Ultra എന്ന് പറയുന്ന ഫോൺ ഒട്ടും ബാഡ് ഓപ്ഷൻ അല്ല. ബട്ട് അഗെയിൻ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഇത് കൈൻഡ് ഓഫ് സിമിലർ ടു S22 ആണ്. ഇപ്പം S23 യൂസ് ചെയ്യുന്ന ഒരു കൺസ്യൂമർ ആണ് നിങ്ങളെങ്കിൽ, ഒരു കസ്റ്റമർ ആണ് നിങ്ങളെങ്കിൽ S25 പോകുമ്പം ഒരു ഡീസൻറ്റ് അപ്ഗ്രേഡ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓഫ്കോഴ്സ് ഉണ്ട്. പക്ഷേ എന്നിരുന്നാലും S23 2025 ഒരു ബെറ്റർ ഫോൺ തന്നെയാണ്. എഗെയിൻ S23 Ultra അല്ല S22 Ultra'യുടെ കാര്യം പറഞ്ഞ പോലെ നിങ്ങളൊരു ഭയങ്കര ഗെയിമർ ആണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ എൻഹാൻസ്ഡ് ആയിട്ടുള്ള പിക്ചേഴ്സ് നിങ്ങൾക്ക് നിങ്ങളുടെ സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ നിങ്ങളങ്ങനെ വീഡിയോഗ്രാഫിക്കും ഫോട്ടോഗ്രാഫിക്കും എക്സ്ക്ലൂസീവ്ലി ഫോൺ യൂസ് ചെയ്യുകയാണെങ്കിൽ ഓഫ്കോഴ്സ് S23 നല്ലത് S25 തന്നെയാണ്. പിന്നെ നിങ്ങളൊരു ഗെയിമർ ആണെങ്കിൽ, പിന്നെ നിങ്ങൾക്ക്
അത്രയും പൈസ എക്സ്ട്രാ മുടക്കാൻ താല്പര്യമുണ്ടെങ്കിൽ യെസ് ഓഫ് കോഴ്സ് S25 ഈസ് എ ബെറ്റർ ഓപ്ഷൻ. ഇത് സ്വിച്ചിങ്ങിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ. പക്ഷേ നിങ്ങളൊരു ഫ്ലാഗ്ഷിപ്പ് സാംസങ് ഫോൺ യൂസ് ചെയ്യുന്ന അല്ലാത്ത ഒരാളാണെങ്കിൽ ഓൾവേസ് ഗോ ഫോർ S25. ഇനി ലാസ്റ്റ് കാര്യമാണ് S24ൽ നിന്ന് നിങ്ങൾ S25ലോട്ട് അപ്ഗ്രേഡ് ചെയ്യണം എന്നുള്ള കാര്യം. ഇപ്പം എന്നോട് ആ ക്വസ്റ്റ്യൻ പേഴ്സണലി ചോദിക്കുകയായിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും S24ൽ നിന്ന് ഞാൻ S25ലേക്ക് ഞാൻ പോകില്ലായിരുന്നു. കാരണം ആ വന്നേക്കുന്നത് ഓഫ് കോഴ്സ് AI ഫീച്ചേഴ്സാണ്. എഗെയിൻ എന്നെ പേഴ്സണലി സംബന്ധിച്ച് നോക്കുമ്പം ഞാൻ ആ S24ൻ്റെ ഫീച്ചേഴ്സ് വെച്ച് ഞാൻ കണ്ടൻറ്റാണ്. അതിൽ നിന്ന് ഞാൻ ഇത്രയും പൈസ കൂടുതൽ കൊടുത്ത് ഓഫ് കോഴ്സ് ഐ എം ഗെറ്റിംഗ് മോർ ഫീച്ചേഴ്സ്. പക്ഷേ എന്നിരുന്നാലും അത് എന്നെ സംബന്ധിക്കുമ്പോൾ ഞാനത് യൂസ് ചെയ്യുന്നുണ്ടോ? ഓഫ് കോഴ്സ് ഞാൻ അത്രയും AI ഫീച്ചേഴ്സൊന്നും ഞാൻ യൂസ് ചെയ്യുന്നില്ല. സോ ഐ വുഡ് റാദർ സ്റ്റിക്ക് വിത്ത് മൈ S24 Ultra റാദർ ദാൻ ഗോയിങ് ഫോർ S25. പക്ഷേ അതിനകത്ത് ചെറിയ ചില വ്യത്യാസങ്ങളാണ് വന്നിട്ടുള്ളത്. ഫോർ എക്സാമ്പിൾ ക്യാമറ, പിന്നെ അഡ്വാൻസ്ഡ് AI ഫീച്ചേഴ്സ്. പിന്നെ സാംസങ് വേറൊരു കാര്യം പറയുന്നുണ്ട്, 2025 കഴിയുമ്പോഴത്തേക്ക് അവരുടെ AI ഫീച്ചേഴ്സ് പെയ്ഡ് ആക്കാൻ പോകുമെന്ന് പറയുന്നുണ്ട്. പക്ഷേ വേറെ ഒരു കാര്യം എന്ന് വെച്ചാൽ S24-നകത്തും S25-നകത്ത് 7 years സോഫ്റ്റ്വെയർ അപ്ഗ്രേഡ് അവർ പറയുന്നുണ്ട്. S24 വരുമ്പോഴത്തേക്ക് 1 വർഷം താഴെ ആവത്തുള്ളൂ. പക്ഷേ എന്നിരുന്നാലും I wouldn't switch from an S24 to S25. You can if you want to, പക്ഷേ എന്നാലും എൻ്റെ ചോയ്സ് would still be S24 Ultra. ഫ്യൂച്ചർ പ്രൂഫ് ബീസ്റ്റ്, ഇത്രയും മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഈ ഫോണിനെ പറ്റിയിട്ട്. വളരെ റിഫൈൻഡ് വേർഷൻ ഓഫ് S24 ആണ്. ഹയർ റെസൊല്യൂഷൻ, 50 മെഗാ പിക്സൽ പെരിസ്കോപ്പ് ലെൻസിൽ അവർ 10x സൂം തിരിച്ചുകൊണ്ടുവന്നു. ലൈറ്ററാണ്, സ്ട്രോങ്ങറാണ്, ടൈറ്റാനിയം ബിൽഡ്, ബ്രൈറ്റർ ഡിസ്പ്ലേ, 3000 നിറ്റ്സ് വരെ കിട്ടുമെന്നാണ് സാംസങ് ക്ലെയിം ചെയ്യുന്നത്. മാർവലസ് AI ഫീച്ചേഴ്സിൻ്റെ ഒരു കലവറ എന്ന് തന്നെ നമുക്ക് പറയാം. സൂപ്പർ ഫോൺ, സൂപ്പർ. ഞാനിത് കുറച്ചേ യൂസ് ചെയ്തുള്ളൂ. പക്ഷേ എന്നിരുന്നാലും ഞാനിതിൻ്റെ ഫീച്ചേഴ്സ് വെച്ച് വളരെ ഹാപ്പിയാണ്. സോ നിങ്ങളൊരു വേറെ ഏതൊരു ഫോൺ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും നിങ്ങൾക്ക് ഇനഫ് ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഗോ ഫോർ S25 Ultra. അപ്പം ഇന്നത്തെ എൻ്റെ കമ്പാരിസൺ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ കമ്പാരിസൺ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഈ ലൈക്ക്, ഷെയറും സബ്സ്ക്രൈബും ഞങ്ങൾക്കൊരു മോട്ടിവേഷൻ ആയിരിക്കും ഇതുപോലുള്ള പുത്തൻ വീഡിയോസ് ഇറക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നിങ്ങൾ ആരെങ്കിലും ഒരു S25 Ultra ഫ്ലാഗ്ഷിപ്പ് ഫോണിലേക്കോ അല്ലെങ്കിൽ ഈ ഏതെങ്കിലും ഫോണിലേക്ക് നിങ്ങൾ സ്വിച്ച് ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് റെഫറൻസ് ആയിട്ട് യൂസ് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ട് ഈ ഫോൺസിനെ പറ്റിയിട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ യു ക്യാൻ ഡെഫിനറ്റ്ലി റീച്ച് ഔട്ട് ടു അസ് വിയ കമൻറ്റ്സ്. അപ്പം ഞങ്ങൾ അതിന് റെസ്പോൺസ് തരുന്നതായിരിക്കും. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഈ ഫോണ് എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഷെയർ ദിസ് വീഡിയോ വിത്ത് ദം. അവർക്കത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. സോ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. I'll see you next time.